റിസൾട്ടിൽ ഒരുപാട് സന്തോഷം. എക്സ്പീരിയൻസ് നല്ല കട്ടപ്പണിയാണ്. ഇവരോട് വർക്ക് ചെയ്യാൻ അത്ര എളുപ്പമുള്ള പരിപാടിയല്ല. ഇവർ രണ്ടുപേരും സ്റ്റുഡിയോ വന്നിരുന്നാൽ ഒരു 5 സിനിമ ചെയ്യുന്ന വ്യക്തമാണ്. ഞങ്ങൾ കുറച്ച് ടൈമേ എടുത്തുള്ളൂ, പക്ഷെ എടുത്ത ടൈം നല്ല നല്ല ഡേ നൈറ്റ് പരിപാടിയായിരുന്നു. ആൻഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഒരു ചാലഞ്ചിങ് ഗംഭീര സ്ക്രിപ്റ്റ് ഞാൻ വായിച്ചിരുന്നു. അപ്പം തന്നെ ഞാൻ ജിത്തുബായോടൊപ്പം 3 സിനിമയായിരുന്നു. ഞങ്ങൾ ജിത്തുബായ് ചീഫ് അസോസിയേറ്റ് ആയിരുന്ന ഒരു ഭ്രമം, രാജുവിൻ്റെ ഭ്രമത്തിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഇരട്ടയിലുണ്ട്. അത് കഴിഞ്ഞ് പുള്ളി ഡയറക്റ്റ് ചെയ്ത് പോകണം. അപ്പം മാർട്ടിൻ ചേട്ടൻ, എനിക്ക് ആ ടീം അതേപോലെ നമ്മളെ പുഷ് ചെയ്യുന്ന ആൾക്കാരോട് വർക്ക് ചെയ്യുമ്പോൾ എപ്പോഴും നല്ല റിസൾട്ടോട്ട് വരും. സിനിമ ഫസ്റ്റ് ഹാഫ് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. സെക്കൻഡ് ഹാഫ് ട്രൈങ് ലാസ്റ്റ് മിനിറ്റ് വരെ അവസാന ദിവസം വരെ ശരിക്കും ഞങ്ങൾ വർക്ക് ചെയ്തു. അതിൻ്റെ റിസൾട്ട് തിയേറ്ററിൽ ഭയങ്കരമായിട്ട് എല്ലാം കൂടെ ഒരുമിച്ച് വന്നു. മിക്സ് ടേബിളിൽ നമുക്ക് ഫൈനൽ മിക്സ് കഴിഞ്ഞപ്പോൾ മനസ്സിലായത് അടിക്കുന്നുള്ള ഏതാണ്ട് ഒരു കോളിലെത്തി. അങ്ങനെ തന്നെ റിസൾട്ട് വന്നു. അതായത് അത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് അല്ലല്ലോ, അത് സൗണ്ട് ഡിസൈൻ അല്ലേ. അതെ, അതെപ്പോഴും ആ ഒരു ടെൻഷനിൽ വന്നിട്ട് നമ്മളത് നിർത്തുമ്പം, കാരണം അത്ര ഒരു ഹൈ പ്രഷർ ആക്ഷൻ സീക്വൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു ബ്രീതർ വന്നിട്ടാണ് പിന്നീടാണ് നമ്മൾ ആ ഇമോഷണൽ ട്രാക്കിലോട്ട്, അയ്യോ അതൊന്നും കഥ പറയാൻ പാടില്ല. അപ്പം അങ്ങനത്തെ അത് സൗണ്ട് ഡിസൈൻ ഞങ്ങൾ ഫൈനൽ മിക്സിൽ ഇരിക്കുമ്പോൾ മാനേജറിനുണ്ട്, ഡയറക്ടറുണ്ട്, അങ്ങനെ എല്ലാവരും കൂടെ ഇരിക്കുന്ന ഒരു ഡിസിഷനിൽ എടുക്കുന്നതാണ്. ഇപ്പൊ എന്റെ കഥ മൊത്തം പറയേണ്ടി വരും. മൊത്തം പടം ഇത്തിരി ചാലഞ്ചിങ് ആയിരുന്നു ആക്ച്വലി. കാരണം വില്ലൻ ട്രാക്ക് കുറച്ച് ചാലഞ്ചിങ് ആയിരുന്നു. ഭയങ്കര ഇമോഷനും ഈ പറയുന്ന ഹെവി ഇന്റൻസ് സീൻസ്, ഇന്റർവ്യൂ, ഇത് മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടും കയറി കിടക്കാണല്ലോ. അപ്പം കറക്റ്റ് ഗൈഡൻസ് ഇവരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അതാ നമുക്ക് ഭയങ്കര പണിയാലായിരുന്ന ഡയറക്ടേഴ്സും കൂടെ ഉള്ളപ്പോൾ നമ്മുടെ പണി എളുപ്പമാണ്. അപ്പൊ അതിൽ നിന്ന് സപ്പോർട്ട് ചെയ്താൽ ഞാൻ ഈ ജോണർ ചെയ്ത് കുറച്ച് പരിചയമുണ്ട്, ത്രില്ലേഴ്സ്. അപ്പം അത് ക്രാക്ക് ചെയ്യാൻ ഡിഫിക്കൽട്ടിയിലുപരി ഇവർക്ക് ഇഷ്ടപ്പെടുന്ന, നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കണ്ടന്റിലോട് എത്താനാണ്. ത്രില്ലേഴ്സ് ചെയ്യാനല്ല പാട്, അത് ഡയറക്ടറും ഇവർ ഉദ്ദേശിച്ച കഥയിലോട് അത് കണക്ട് ആവുന്നുണ്ടോ, കറക്റ്റ് യൂസ് ഓഫ് മ്യൂസിക് ആണോ, ഇന്റൻസ് പേസ് കൂടുന്നുണ്ടോ, അതിലോടൊക്കെ എത്താനായിരുന്നു. അത് വലിയ ടെൻഷനില്ലാത്ത, ഇവരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോഴുള്ള പ്രഷറൊന്നും അല്ല, പടം നന്നായിട്ട് വരുന്നതിന്റെ ഒരു സന്തോഷമുണ്ട്. ഓഫീസറിലാണെങ്കിലും ഒരു ചുരുത്താണെങ്കിലും കാണാം, എങ്കിലും ഒരു ഹോണ്ട് ചെയ്യുന്നൊരു സാധനമുണ്ട്. അവിടെ പറയുന്ന ഒരു ഫാദറിൻ്റെ ഒരു പെയിനാണ്, ഇവിടെ ഒരു ഫാദറിൻ്റെ പെയിനാണ് പറയുന്നത്. എങ്ങനെയാണ് ഇത്തരം കഥകളിലേക്ക് വരുന്നത്? ഇരട്ടയിലുള്ള കുറേ ആൾക്കാർ ഇതിൻ്റെ ബാക്കിലുള്ളതുകൊണ്ടായിരിക്കും അങ്ങനെ പറയാൻ കാരണം. ഈ സ്റ്റോറിയിലേക്ക് എങ്ങനെയാണ് എത്തിയെന്നുള്ളതാണ്. സ്റ്റോറിയിൽ ഇപ്പോൾ ഷായി പറഞ്ഞില്ലേ, ഞാൻ ഷായും കൂടെ ഇതിനു മുമ്പ് വേറൊരു പടം ചെയ്യാനായിരുന്നു ആദ്യം ആലോചിച്ചിരുന്നത്. അനൗൺസ് ചെയ്തതാണ്. പല കാരണങ്ങൾ കൊണ്ട് അതിങ്ങനെ പോസ്റ്റ്പോൺ ചെയ്ത് പോയി. അപ്പം ഞാൻ അതിനിടയ്ക്കാണ് നായായിട്ട് പോയി വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് അപ്പോഴും നമ്മളിങ്ങനെ സംസാരം നടക്കുന്നുണ്ട്, പുതിയൊരു പടം സംസാരം നടക്കുന്നുണ്ട്, പക്ഷെ ഒന്നിലും ലാൻഡ് ചെയ്തില്ല. അപ്പോൾ അപ്പോഴാണ് ഒരു രാത്രി മാറ്റം വിളിച്ച് പറയുന്നത്, ഷാ ഇങ്ങനെ ഒരു സബ്ജക്റ്റ് പറഞ്ഞു, താങ്കൾ കേട്ട് നോക്കാൻ പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ അതിനകത്ത് അതിപ്പം പടം കാണാത്തൊരു പ്രശ്നം, അതുകൊണ്ട് അത് പറയാൻ പറ്റില്ല. ആ ഒരു എലമെൻ്റാണ്, ഒരു ഫാദറിൻ്റെ ഒരു എലമെൻ്റാണ് ഭയങ്കരമായിട്ട് കുക്കിങ് ആയത്. ആ ഒരു ഇതിൽ നിന്നാണ് പെട്ടെന്ന് നമുക്ക് അതിനകത്ത് എനിക്ക് ഭയങ്കര ഞാൻ ഫാദറായ കാരണം എനിക്ക് അതിനകത്ത് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ആ ഇതിൽ നിന്നാണ് നമ്മൾ പിടിച്ച് ഒരു ക്യാരക്ടറിലേക്ക് എത്തി. അവിടെ നിന്നാണ് പിന്നെ ഞാനും അന്ന് കൊറോണ സമയമായിരുന്നു. അപ്പം ഞാനും മാർട്ടിനും ഷായിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റും, പോലീസുകാരനായിരുന്നു. അങ്ങനെ ഞങ്ങൾ റിസോർട്ടിൽ പോയി, ഞാനും മാർട്ടിനും ഷായും കൂടെ റിസോർട്ടിൽ പോയി. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഡെവലപ്പ് ചെയ്തു. അപ്പോഴാണ് ഈ ക്യാരക്ടർ സ്കെച്ചും പരിപാടിയൊക്കെ ഉണ്ടായത്. അപ്പം ഇത് ചാക്കോച്ചൻ ആ സമയം വരെ ചാക്കോച്ചൻ വേറൊരു പരിപാടിയിലൊക്കെയാണ് ചെയ്തു പോയിരുന്നത്. അപ്പോൾ ചാക്കോച്ചനിലേക്ക് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ ചർച്ച ചെയ്തപ്പോൾ ഷായി ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനൊരു സീൻ പറഞ്ഞു. അപ്പം നമുക്കെല്ലാം ആ ഇൻട്രൊഡക്ഷൻ സീൻ ഗംഭീരൊരു സീനായിരുന്നു. അപ്പോൾ അത് വന്ന് അപ്പം തന്നെ ക്യാരക്ടറിലേക്ക് കയറാൻ പറ്റുമെന്ന് തോന്നി. അങ്ങനെ അവിടെയാണ് ഞങ്ങൾ ആ പ്ലോട്ടിങ്ങിനെ പിടിച്ച് പോയത്. നല്ലൊരു കൊടുക്കൽ വാങ്ങലായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. അപ്പം ഇതിനുവേണ്ടിയുള്ള പ്രത്യേകിച്ച് ഉള്ള ആക്ഷൻ കൊറിയോഗ്രാഫി റിഹേഴ്സൽസ് ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ റിയൽ ലൈഫ് ഷൂട്ടിലോട്ട് വന്നപ്പോൾ
അതൊക്കെ കാറ്റിപ്പുറത്തേക്കൊണ്ട് വളരെ ആത്മാർത്ഥമായിട്ടാണ് അവർ നമുക്ക് പണി തന്നുകൊണ്ടിരുന്നത്. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതുവരെ ഞാൻ ചെയ്തിട്ടുള്ള സിനിമകളിൽ ഞാൻ ഇൻവോൾവ് ആയിട്ടുള്ള ഏറ്റവും നല്ല ഫൈറ്റ് കോറിയോഗ്രാഫി എന്ന് ആൾക്കാർ എടുത്തു പറയുമ്പോൾ പ്രത്യേകിച്ചും ഒരുപാട് സന്തോഷമുണ്ട്. നമുക്കൊരു മോർച്ചറി ഫൈറ്റും അതുപോലെ തന്നെ ക്ലൈമാക്സിലേക്ക് വരുന്നൊരു ഫൈറ്റ് സീക്വൻസുകളൊക്കെ വളരെ ഇമ്പാക്ട്ഫുൾ ആകാനായിട്ടുള്ള വേറൊരു റീസൺ ഓഫ് കോഴ്സ് അത് നല്ലൊരു ഫൈറ്റ് കോറിയോഗ്രാഫി എന്നതിനേക്കാൾ ഉപരി അതിനൊരു ഇമോഷണൽ ബാക്കിംഗ് കൂടെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അത് തീർച്ചയായിട്ടും ഇത് വേറൊരു തരത്തിൽ ആൾക്കാരിലേക്ക് റിലേറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ആൾക്കാർക്ക് ആ ഓരോ ഇടിക്കും അല്ലെങ്കിൽ അയാൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും ആ ഒരു ഫീൽ കൊടുക്കാനായിട്ട് സാധിക്കുന്നത് ആ ഇമോഷണൽ ഒരു ഹെൽപ്പ് അല്ലെങ്കിൽ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ്. അത് തീർച്ചയായിട്ടും ഉടനീളം ഈ സിനിമയിലുണ്ടായിരുന്നത്. ഇപ്പം ശരിക്കും ഈ രണ്ട് സൈഡുകളെ നോക്കുകയാണെങ്കിൽ ഇപ്പം ഒരു ആന്റഗോണിസ്റ്റിന്റെ സൈഡ് അല്ലെങ്കിൽ പ്രോട്ടഗോണിസ്റ്റിന്റെ സൈഡ് നോക്കുകയാണെങ്കിലും ഇവരിൽ ആരുടെ ഭാഗത്താണ് 100% ശരി അല്ലെങ്കിൽ തെറ്റ് എന്ന് നമുക്ക് എടുത്തു പറയാനായിട്ട് സാധിക്കില്ല. ചില സമയത്ത് നമുക്ക് ഹരിശങ്കറിനോട് ഇയാൾ ചെയ്യുന്ന തെറ്റല്ലേ എന്ന് തോന്നിപ്പോകാം. ചില സമയത്ത് മറ്റു ഈ വൈശാഖിന്റെ അവരുടെയും ചെയ്തികളിൽ അവർ ചെയ്യുന്ന കാര്യങ്ങളിൽ ചില ഒരു ജസ്റ്റിഫിക്കേഷൻ ഇല്ല എന്നുള്ളൊരു സംശയം നമുക്ക് ഉണ്ടാവാം. അപ്പോൾ അത് മാനുഷികമാണ്. കാരണം എല്ലാവരും 100% ക്ലീൻ അല്ല അല്ലെങ്കിൽ ശരിയല്ല അല്ലെങ്കിൽ തെറ്റല്ല എന്ന് പറയുന്ന രീതിയിൽ തന്നെയാണ് ഈ സിനിമയിലെ കഥാപാത്രങ്ങളുടെ പാത്ര സൃഷ്ടിയും അല്ലെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങളും പ്രവർത്തികളും എല്ലാം കൊണ്ടുപോയിരിക്കുന്നത്. അതിപ്പം പോലീസുകാർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം 100% നിയമാനുസൃതമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിനിമ കാണുമ്പോൾ നമുക്ക് അതിനുള്ള ഉത്തരം ലഭിക്കും, എന്താണ് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ. അപ്പോൾ അത് തന്നെയാണ് ഈ സിനിമയെ ആൾക്കാരിലേക്ക് ഏറ്റവും നല്ല രീതിയിൽ റീച്ച് ഔട്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ഔട്ട് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ആക്ഷൻ കോറിയോഗ്രഫി ആണെങ്കിലും അല്ലെങ്കിൽ ഇമോഷൻസ് ആണെങ്കിലും എല്ലാവർക്കും മനസ്സിലാകും ഇത് ഒരു സാധാരണക്കാരന് പറ്റാവുന്ന അല്ലെങ്കിൽ സംഭവിക്കാവുന്ന കാര്യങ്ങളാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അവസരത്തിൽ ഇമോഷണലി ഡ്രെയിൻ ആയിട്ടിരിക്കുന്ന ഒരാൾ സ്വന്തം പേഴ്സണൽ ലൈഫിൽ ഒരു ഇഷ്യൂ വരുമ്പോൾ എങ്ങനെ ചാർജ്ഡ് അപ്പ് ആവും അല്ലെങ്കിൽ എങ്ങനെ പ്രതികരിക്കും അല്ലെങ്കിൽ പ്രതികരിക്കാനായിട്ടുള്ള ശക്തി ആർജവം എങ്ങനെ ഉണ്ടാവും എന്നുള്ളതൊക്കെ നമുക്ക് ആ പാത്ര സൃഷ്ടിയിൽ നിന്നും അല്ലെങ്കിൽ അയാളുടെ ഇമോഷണൽ ബാക്കിങ്ങിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ സിനിമയുടെ പ്രത്യേകിച്ച് ഒരു ആക്ഷൻ കോറിയോഗ്രാഫിയിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും ഒരു ഇമോഷണൽ സപ്പോർട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് എനിക്ക് തോന്നുന്നത് ഇപ്പം മലയാള സിനിമ ശരിക്കും ഒരു വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വളരെ ഡയറിങ് ആയിട്ടുള്ള പ്രോജക്ട്സ് അല്ലെങ്കിൽ സബ്ജക്റ്റുകൾ സ്പീക്ക് ഔട്ട് ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടി ട്രൈ ഔട്ട് ചെയ്യുന്ന ധൈര്യമുള്ള ഡയറക്ടേഴ്സും സ്ക്രിപ്റ്റ് റൈറ്റേഴ്സും പ്രൊഡ്യൂസേഴ്സും ആക്ടേഴ്സും ഇപ്പോൾ നമ്മുടെ ഇൻഡസ്ട്രിയിലുണ്ട്. അതുതന്നെയാണ് ഏറ്റവും നല്ല സിനിമകൾ. ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല സിനിമകൾ ക്വാളിറ്റി വൈസ് നമുക്ക് സിനിമാ ലോകത്തിന് കൊടുക്കാൻ സാധിക്കും. അതിപ്പോൾ മലയാളത്തിൽ നിന്നല്ല മറ്റു ഭാഷകളിൽ നിന്ന് പോലും ആൾക്കാർ ഇപ്പോൾ ഉറ്റുനോക്കുന്നുണ്ടെങ്കിൽ ആ ഒരു അക്സെപ്റ്റൻസ് ഓഡിയൻസിന്റെ ഭാഗത്തു നിന്നും കൂടി ലഭിക്കുന്നതുകൊണ്ടാണ് നമ്മൾ അങ്ങനത്തെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോജക്ട്സ് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ട്രൈ ഔട്ട് ചെയ്യുമ്പോൾ അത് അതേ രീതിയിൽ ആൾക്കാരിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിച്ചു. അത് അതേ രീതിയിൽ ആൾക്കാർ സ്വീകരിക്കുമ്പോൾ മാത്രമാണ് ഇതേപോലത്തെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോജക്റ്റുകൾ സംഭവിക്കുകയും ഇങ്ങനത്തെ വിഷയങ്ങൾ ഇത്ര ആധികാരികമായിട്ട് അല്ലെങ്കിൽ ധൈര്യമായിട്ട് നമുക്ക് സംസാരിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നത്. അപ്പം അതിന് ക്വാളിറ്റിയെ യാതൊരു രീതിയിലും കോംപ്രമൈസ് ചെയ്യാതെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്ന ഒരു ടീമും ഒരു പ്രൊഡക്ഷൻ വാല്യൂയും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പ്രേക്ഷകർ തിയേറ്ററുകളിലും ചെന്ന് അക്സെപ്റ്റ് ചെയ്യും എന്നുള്ളൊരു തിരിച്ചറിവും ഇങ്ങനത്തെ നല്ല സിനിമകൾ ഇനി മലയാള സിനിമയിൽ ഉണ്ടാകുന്നതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ അത് മാറുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മളെല്ലാവരും മാറുന്നുണ്ട്. അത് തന്നെയാണ് ഈ ഓരോ കോറിയോഗ്രഫി. ഇപ്പം മറ്റൊരു സിനിമ കണ്ട ഒരു ഫൈറ്റ് കോറിയോഗ്രഫി ആയിരിക്കില്ല ചിലപ്പോൾ ഈ സിനിമയിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതിലും ചിലപ്പോൾ ബെറ്റർ ആയിട്ടുള്ള കോറിയോഗ്രഫി അടുത്ത സിനിമകളിലൂടെ സംഭവിക്കും. അപ്പോൾ ആൾക്കാർ ആ ഒരു ബെഞ്ച് മാർക്ക് വയ്ക്കുമ്പോഴും അതിൻ്റെ മേളിൽ എങ്ങനെ അടുത്ത സ്കെയിലിലേക്ക് നമുക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റും അതിനുള്ള ശ്രമങ്ങൾ ആത്മാർത്ഥമായിട്ട് എല്ലാവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഹോപ്പ്ഫുള്ളി മലയാള സിനിമ ഇനിയും ഒരു ഗോൾഡൻ ഫേസിലൂടെ തന്നെ കടന്നു പോകും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഉറപ്പായിട്ടും ജാമ്യം ഒരു 6 മാസത്തിൽ കൂടുതലൊന്നും ഏത് കേസിനും അങ്ങനെ കിടക്കാറില്ല. നമുക്കറിയാം നല്ല അഡ്വക്കേറ്റോ കമ്മിറ്റി ജാമ്യം കൊടുക്കാറുണ്ട്. അത് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെ ഒരു രീതിയിലാണ്. കാരണം നമ്മളല്ല 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുതെന്നുള്ളതാണ് നമ്മുടെ അങ്ങനെ നമ്മൾ ജഡ്ജിന്റെ കാര്യമൊന്നുമില്ല. ഇതൊരു നമ്മൾ പറയുന്നത് ഒരു നീതിന്യായ വ്യവസ്ഥയാണ്. അവിടെ കോടതിയുടെ മുമ്പിൽ വരുന്ന തെളിവുകൾ തന്നെയാണ് അതിൻ്റെ മാറ്റർ. അത് ഇത് ലോകത്തെവിടെ പോയാലും നമ്മുടെ രാജ്യമൊന്നുമില്ല, ലോകത്തെവിടെ പോയാലും അവിടെ വരുന്ന കാര്യങ്ങൾ തന്നെ അവിടുത്തെ ആർഗ്യുമെന്റ്സ് ആണ് അതിൻ്റെ ഫൈനൽ. രസകരമായ ഒരു കാര്യം പറയാം, അത് പോട്ടെ. ആ ചോദ്യത്തിന് രണ്ടാമത് പറയട്ടെ. ഈ സിനിമ കഴിഞ്ഞിട്ട് ഞാൻ ഇദ്ദേഹത്തെ കാണാറുണ്ട്, ഞങ്ങൾ തമ്മിൽ ഇതുവരെ സംസാരിച്ചിട്ടില്ല. ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ ആദ്യമായി ഓടി വന്ന് ഇദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ വന്നു. എനിക്ക് ഏറ്റവും പോസിറ്റീവ് റെസ്പോൺസ് വന്നൊരു കാര്യമാണ്. പിന്നെ ഫാമിലി എന്താ ചോദിച്ചായിരുന്നു. പല മേഖലയിൽ കുട്ടികൾക്ക് എറണാകുളത്ത് പഠിക്കുന്നു, ബാംഗ്ലൂർ അങ്ങനെ പഠിക്കുന്ന കുറെ പേരൻസ് സിനിമ കണ്ടിരുന്നു
അവർക്കൊരു എന്താണ് അവരുടെ മനസ്സിനൊരാഴത്തിൽ മനസ്സിലാഴത്തിലല്ല, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മക്കളുടെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. ഇനി യൂത്ത് ആണെങ്കിലും ഇപ്പം ഞാൻ എൻ്റെ മകനോടാണെന്ന് പറയുന്നൊരു കാര്യമുണ്ട്. ഡ്രഗ്സ് ഒഴിച്ചിട്ടുള്ള എന്തും ഓക്കെയാണ്, അതിൻ്റെ ഇഷ്ടങ്ങളാണ്. പക്ഷെ ഈ കാര്യത്തിൽ മാത്രം പോരെന്ന് പറയുന്നത്, കാരണം ഞാൻ പോലീസുകാരെന്നുള്ള രീതിയിൽ പല ജീവിതങ്ങളും പല വീടുകളിലും കയറി ഇറങ്ങിയിട്ടുള്ളതാണ്, പല സാഹചര്യങ്ങളും. അപ്പോൾ അത് ഭയങ്കര നമ്മളെ ബുദ്ധിമുട്ടിക്കും. ഇപ്പം നേരത്തെ ചാക്കോച്ചനോട് ചോദിച്ചൊരു പോയിന്റ് ഉണ്ട്, എന്തുകൊണ്ടാണ് പോലീസുകാരുടെ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്കെല്ലാം നമ്മളെല്ലാം ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ട്രോമയുള്ള ആൾക്കാരായിരിക്കും. സെയിം സിറ്റുവേഷൻ ഒരിക്കലും നിങ്ങൾക്കൊക്കെ പറ്റും, നമുക്ക് അവിടെ പോകാതിരിക്കാൻ പറ്റും. ഞങ്ങൾ പോലീസുകാരുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഏറ്റവും ട്രോമയുള്ള സ്ഥലത്താണെങ്കിലും ഡ്യൂട്ടിയുടെ ഭാഗമായി പോയി നിൽക്കേണ്ടി വരും. ഇത് എത്രമാത്രം നമ്മളെ ഡിപ്രസ്ഡ് ആക്കുമോ എന്നുള്ളത് വെളിയിൽ ആർക്കും അറിയില്ല. കാരണം ഞങ്ങൾക്ക് അത് ചെയ്താൽ പറ്റും. ഇപ്പം രക്തം കണ്ടാൽ തലാകുന്ന ആളാണ് ഞാൻ, സത്യമായിട്ട്. പക്ഷെ ഞാൻ എത്രയോ ആക്സിഡന്റ് സീനിൽ നിന്ന് ബോഡി എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അതെനിക്ക് ഭയങ്കര ട്രോമയാണ്. പക്ഷെ എനിക്കത് ചെയ്യാതിരിക്കാൻ പറ്റില്ല. ഇതാണ് ഇങ്ങനത്തെ ഒരു വിഷയമൊക്കെയാണ് നമ്മുടെ സിനിമയിലും ഏറെക്കുറെ പറഞ്ഞു പോകുന്ന കാര്യം. അതൊരു കൊമേഴ്ഷ്യൽ ലെവലിൽ കുറച്ച് സട്ടിലാണ്. പക്ഷെ ഇത് കൊമേഴ്ഷ്യലി ഭയങ്കര ലൗഡായിട്ടാണ് ഇത് പ്രസന്റ് ചെയ്തത്. കൊമേഴ്ഷ്യൽ ഹിറ്റ് എന്നാണ് പറയാം. അപ്പോൾ ആ ഒരു പാറ്റേൺ അവർ ചേഞ്ച് വേണമെന്നുണ്ടെങ്കിൽ ഒന്നുമില്ല. എൻ്റെ അടുക്കൽ സംവിധായകൻ പറഞ്ഞത്, എനിക്ക് നായാട്ടോ ഇലവിളകുഞ്ചിര അല്ല വേണ്ട, ജനങ്ങൾ മൊത്തം കാണുന്ന ഒരു സിനിമ വേണം. ആ രീതിയിൽ കഥ എഴുതിയാൽ മതി എന്ന് പറഞ്ഞു. അതായിരുന്നു എൻ്റെ വാസ്തവം.